രാജ്യത്ത് ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന് വീണ്ടും വില കൂട്ടി 29 രൂപയാണ് കൂട്ടിയത്. 3 മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് വീട്ടാവശ്യത്തിനുള്ള LPG സിലിണ്ടറിന്റെ വില കൂട്ടുന്നത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, ചെറിയ വർധനയല്ല, 29 രൂപയാണ് ഇപ്പോൾ ഒറ്റയടിക്ക് കൂട്ടിയിട്ടുള്ളത്. എന്നിട്ടും ഇത് ലോകത്ത് തന്നെ ഏറ്റവും വിലക്കുറവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ന്യായീകരണം നമ്മൾ കേൾക്കേണ്ടി വരുന്നു. അനുജ, ഈ 14 കിലോ സിലിണ്ടറിനുള്ള വില 29 രൂപ കൂടി കൂട്ടിയപ്പോൾ അത് കേരളത്തിൽ 951 രൂപ കടന്നിട്ടുണ്ട് ഈ പുതിയ വില. മാത്രമല്ല, പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഇനിയും വില വർദ്ധിക്കുമോ എന്നുള്ള ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ രാജ്യത്ത് വലിയ തോതിൽ ഇത്തരത്തിൽ ഇന്ധന പ്രതിസന്ധി, അത് LPGയുടെ കാര്യത്തിലായാലും ശരി, മറ്റ് പെട്രോൾ ഡീസൽ കാര്യത്തിലായാലും എല്ലാം തന്നെ ശരി, ആ ഒരു പ്രതിസന്ധിയും ഈ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലഭ്യത കുറവെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് ഇനിയും ഒരു പക്ഷേ വില വർദ്ധിക്കാനുള്ള ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ അതൊരു ന്യായീകരണം നടത്തുന്നത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ അത്രയും വില വർദ്ധിക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ്. അതായത് കഴിഞ്ഞ 2 മാസമായി പിടിച്ചു നിർത്തി, പക്ഷേ ഇപ്പോൾ മറ്റ് മാർഗങ്ങളില്ലാതെ വില കൂട്ടേണ്ടി വന്നു എന്നുള്ള കാര്യം തന്നെയാണ്. കഴിഞ്ഞ മാർച്ചിലാണ് 60 രൂപ ഈ ഗാർഹിക ആവശ്യത്തിനുള്ള LPG സിലിണ്ടറിന് വർദ്ധിപ്പിച്ചത്. മാത്രമല്ല, ഈ മാസം തന്നെ ഈ വാണിജ്യ ആവശ്യത്തിനുള്ള LPG സിലിണ്ടർ വില വർദ്ധിപ്പിച്ചിരുന്നു. കഴിഞ്ഞ മാസങ്ങളിലും സമാനമായി വലിയ തോതിലാണ് ഏകദേശം 1000 രൂപയ്ക്ക് അടുത്ത് ഈ ഒരു LPGക്ക് വാണിജ്യ ആവശ്യത്തിനുള്ള LPG സിലിണ്ടറിനടക്കം വില വർദ്ധിപ്പിച്ചത്. എല്ലാം ഈ ഇതിനൊരു കാരണമായി പറയുന്നതെല്ലാം തന്നെ ഈ പശ്ചിമേഷ്യൻ സംഘർഷവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ലഭ്യതയിലെ പ്രതിസന്ധി തന്നെയാണ്. അപ്പോഴും ഇന്ത്യ നടത്തുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത് രാജ്യത്ത് ഇതിൻ്റെ ഒരു ഉൽപ്പാദനം, അതായത് LPG വലിയ തോതിൽ കിട്ടാൻ ബുദ്ധിമുട്ടിയ സമയത്ത് ഇന്ത്യയിൽ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ കരിഞ്ചത്തെ അടക്കം തടയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിരുന്നു. അത് വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യയിലെ LPG ആവശ്യത്തിന്റെ 70% ഇതിനോടകം തന്നെ ആഭ്യന്തര ഉൽപ്പാദനത്തിലേക്ക് കടന്നിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ആശങ്ക ഇനി ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ്. മറ്റ് നിവൃത്തിയില്ലാതെയാണ് ഈ ഒരു വില വർദ്ധിപ്പിച്ചത് എന്നുള്ള കാര്യവും അന്താരാഷ്ട്ര തലത്തിൽ നോക്കുന്ന സമയത്ത് വലിയ തോതിലുള്ള വില വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഇരിട്ടേഡ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് രാജ്യാന്തര LPG ദിനം ഉണ്ടായതും അതിനെ ആശംസിച്ചുകൊണ്ട് ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് അടക്കം കേന്ദ്ര സർക്കാർ പങ്കുവച്ചത്. എന്നാൽ അതിന് പിന്നാലെ തന്നെ അർദ്ധരാത്രിയോടെ ഈ വില വർധനവ് ഉണ്ടാവുകയാണ് ചെയ്തത്. എന്തായാലും അടുത്ത ദിവസങ്ങളിലും ഒരുപക്ഷെ ഈ ഒരു വില ഇനിയും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് ജനം ഇപ്പോഴും തുടരുന്നത്. അനുജ, അതാണ് തുടർച്ചയായി ഉണ്ടാകുന്ന വർധന. 3 മാസത്തിനിടെ രണ്ടാം തവണയാണ് വലിയ തോതിൽ വില കൂട്ടിയിരിക്കുന്നത് ഗാർഹിക സിലിണ്ടറിന്റെ വില. വാണിജ്യ സിലിണ്ടർ വിലയാകട്ടെ എത്രയോ തവണ ഇതിനോടകം തന്നെ അത് വലിയ വില വർധനയാണ് ഉണ്ടായത്. ജനങ്ങൾക്ക് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.